വാട്സാപ്പിൽ നമുക്കൊരാൾ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ കാണുന്നതിന് മുമ്പ് ഉടനെ തന്നെ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. രണ്ട് വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ മൊബൈലിനകത്ത് തന്നെ ഇതിനായിട്ടൊരു സ്പെഷ്യൽ സെറ്റിംഗ്സ് ഉണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സ് ഇല്ല എങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയും ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലാണ് അല്ലെങ്കിൽ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ എനേബിൾ ആക്സസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വീണ്ടും ഇതുപോലെ കാണിക്കും. ഇവിടെ എനേബിൾ നോട്ടിഫിക്കേഷൻസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ സെറ്റിംഗ്സിലെത്തും. ഇവിടെ മാനേജ് നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെയും ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയേ സെറ്റിങ്സ് ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ബാക്ക് വരികയാണ്. ഇപ്പോൾ മെസ്സേജുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വിടുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ഹായ് എന്ന് ഒരു ലോങ് ഹായ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. വാട്സാപ്പിൽ ഞാൻ വാട്സാപ്പ് തുറക്കുന്നില്ല. ഈ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ നിന്നും ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, മറ്റൊരു മൊബൈലിലുള്ള വാട്സാപ്പ് ഞാൻ തുറന്നിട്ടേ ഇല്ല. അവിടെ നിന്ന് ആ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. വീണ്ടും ഞാനിവിടെ ഹലോ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഹലോ എന്ന് ടൈപ്പ് ചെയ്തു, ലോങ് ഹലോ ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്തു. ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വാട്സാപ്പിൽ. ഞാൻ വീണ്ടും ഇവിടെ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുകയാണ്. ഇവിടെ വീണ്ടും അത് ഡിലീറ്റ് ചെയ്തു. കണ്ടോ, നോട്ടിഫിക്കേഷൻ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി ആ ഒരു വാട്സാപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഇങ്ങനെയായിരിക്കും കാണിക്കുക. മെസ്സേജ് ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. എന്താണ് മെസ്സേജ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാൻ നേരെ ബാക്ക് വന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ തുറക്കുകയാണ്. കണ്ടോ, ആപ്ലിക്കേഷൻ തുറന്നാൽ ഉടനെ തന്നെ അവിടെ മെസ്സേജുകൾ കാണാൻ സാധിക്കും. ഏത് ടൈമിനാണ് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്തത് എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി മൊബൈലിൽ തന്നെ ഉള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാ മൊബൈലിലും ആ സെറ്റിങ്സ് കാണില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബാക്ക് വരികയാണ്. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിങ്സ് എന്നാണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സെറ്റിങ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഭാഗം കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ കാണുന്നില്ല എങ്കിൽ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു സെറ്റിംഗ്സ് എടുക്കാം. ഇവിടെ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ മെസ്സേജുകളൊന്നും കാണുന്നില്ല. ഇനി ഞാനിപ്പോൾ നേരെ ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് വീണ്ടും അതേ വാട്സാപ്പിൽ ഞാനൊരു മെസ്സേജ് അയക്കാണ്. കുറച്ച് കീവേഡുകൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ സെൻഡ് കൊടുത്തു. ഉടനെ തന്നെ വാട്സാപ്പിൽ അവിടെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കുന്നില്ല. ഉടനെ തന്നെ ഈ ഒരു മെസ്സേജ് ഇവിടെ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാണ്. ഇനി വാട്സാപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെയാണ് കാണിക്കുക. ആ മെസ്സേജ് അവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്കിതെങ്ങനെ കാണാൻ സാധിക്കും എന്ന് നോക്കാം. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ്. വീണ്ടും നോട്ടിഫിക്കേഷൻ ക്വിക്ക് സെറ്റിംഗ്സ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. മോർ സെറ്റിംഗ്സ് എന്ന ഭാഗം ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഈ ഒരു ഭാഗം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു മെസ്സേജ് കീവേഡുകൾ ഇവിടെ കാണാൻ സാധിക്കും. 10:33 AM ഇവിടെ സെൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വാട്സാപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ച് ഉടനെ തന്നെ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ എന്താണ് അവർ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഓഡിയോ, വീഡിയോ, ഫോട്ടോ അങ്ങനെയുള്ളത് അവർ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.